അൻവറിനെതിരെ CPM പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് അൻവർ പിന്മാറണം. സർക്കാരിനെയും ഇടതുമുന്നണിയെയും ദുർബലപ്പെടുത്തരുത്. അൻവറിനോട് യോജിപ്പില്ലെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, CPM-ൽ നിന്നും ഇപ്പോൾ PV അൻവർ MLA-ക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതിനെക്കുറിച്ചുണ്ടായ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയിലൂടെയാണ് ഇപ്പോൾ അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയും സമാനമായ നിലപാട് സ്വീകരിച്ച് അൻവറിന്റെ ആരോപണങ്ങളെയും അൻവറിന്റെ നിലപാടുകളെയും അൻവറിന്റെ രീതികൾ പാർട്ടിക്ക് ചേർന്നതല്ല എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിന് പിന്നാലെയും അൻവർ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി പറഞ്ഞതിനെ തിരുത്താനുള്ള നിലപാടൊക്കെ സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയും അൻവറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. CPM സെക്രട്ടേറിയറ്റിന്റെ പേരിൽ പ്രസ്താവന കുറിപ്പാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപാകെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിൻ്റെ അന്വേഷണത്തിലും പാർട്ടി പരിഗണിക്കേണ്ട വിഷയങ്ങൾ അത് പാർട്ടിയുടെ പരിഗണനയിലുമാണ്. വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അൻവർ തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു. PV അൻവർ MLA-യുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇത്തരം നിലപാടുകൾ അത് ഗവൺമെന്റിൻ്റെയും പാർട്ടി ശത്രുക്കൾക്ക് അത് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധമായി മാറുന്നു എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ഈ സമീപനത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിൽ അൻവർ പിന്മാറണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതായത് അൻവറിന് ഒടുവിൽ CPM-ഉം അൻവറിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ P ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സംവിധാനത്തിന് പുറത്തു നിന്നുകൊണ്ട് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് അൻവർ സ്വീകരിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലിലേക്ക് CPM നേതൃത്വവും പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും സവിശേഷമായ കാര്യം. അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ പരസ്യ വിമർശനത്തിന് ശേഷം മാത്രമാണ് CPM അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും അൻവറിന് പുറത്തേക്കുള്ള വഴികൾ തെളിയുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ പറയാവുന്നതാണ്. കാരണം CPM-ന്റെ ഇടത് സ്വതന്ത്രനായ CPM സ്വതന്ത്രനായ ഒരു MLA ആണെങ്കിൽ കൂടി അദ്ദേഹം CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ CPM സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് CPM-ന്റെ മുഖ്യമന്ത്രിയെ തിരുത്തുക തുടങ്ങിയിട്ടുള്ള സമീപനങ്ങൾ അത് ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു പൊതു ലൈനിന് ചേർന്നതല്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. അൻവർ കയ്യിലിരുന്ന് പൊട്ടുന്നൊരു ബോംബായി മാറിയെന്ന് പാർട്ടി വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കാണാൻ. എന്തായാലും ഇനി അൻവർ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അൻവർ പഴയ നിലപാടുകൾ സ്വീകരിക്കുമോ? മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കൂടി മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദമാക്കിയിട്ട് കൂടി പരസ്യമായി മുഖ്യമന്ത്രി പറഞ്ഞതിനെ തള്ളിപ്പറയാൻ പോലും മടി കാണിക്കാത്ത അൻവറിൻ്റെ തുടർ നിലപാടുകൾ തുടർ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അൻവർ ഒരുപക്ഷേ ഈ നിലപാടുകളും ധിക്കരിക്കുകയാണെങ്കിൽ CPM-ന്റെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ തള്ളുകയാണെങ്കിൽ അത് അൻവറിന് ഇടതുപാളയത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം ചർച്ചകൾ അൻവറിന് എങ്ങോട്ടാണ് തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ അൻവറിന്റെ പ്രതികരണം തന്നെയാണ് ഏറ്റവും നിർണായകമാകുക. ലക്ഷ്മി, പ്രജിത്താണ് വിവരങ്ങൾ നൽകി.